എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്. വൈറ്റമിൻ സി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരു താരമായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ഓജസ്സും തേജസ്സും തിരിച്ചു പിടിക്കാൻ വൈറ്റമിൻ സി റെഗുലറായി കഴിക്കണം. എന്തിന് റെഗുലറായി പോലും പോരാ, എല്ലാ 4-5 മണിക്കൂറിലും 500 മുതൽ 1000 മില്ലിഗ്രാം വരെ കഴിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, നിങ്ങളുടെ ഹാർട്ട് ശരിയാക്കാൻ, നിങ്ങളുടെ ബ്ലഡ് വെസൽ ശരിയാക്കാൻ, ഇതിനെല്ലാം നിങ്ങൾ വൈറ്റമിൻ സി ഡെയിലി കഴിക്കണം. എന്നാൽ ചിലരാവട്ടെ, ഡോക്ടർമാർ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് IV വൈറ്റമിൻ സി തെറാപ്പി. ഈ IV വൈറ്റമിൻ സി തെറാപ്പി എടുത്താൽ ക്യാൻസർ പൂർണ്ണമായും മാറ്റാം. ഇതൊക്കെയാണ് പുതിയ അവകാശവാദങ്ങൾ. ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് വിളിക്കുന്നവരും അതേപോലെ തന്നെ ഇവരിൽ തന്നെ ഒരു പുതിയ കൂട്ടർ ബയോ ഹാക്കേഴ്സ് എന്ന് സ്വയം വിളിക്കുന്നവരുമൊക്കെയാണ് ഇത്തരം ചികിത്സയ്ക്ക് പിന്നിൽ. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്ന് വിശദീകരിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ. നിരവധി പേർ എനിക്ക് പല വീഡിയോ ക്ലിപ്പുകൾ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ സെലക്റ്റഡ് ആയ 1-2 എണ്ണമാണ് ഞാൻ ഇന്ന് നിങ്ങളിവിടെ കേൾപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. Every 4 hours to 5 hours you have to take vitamins. I'll be carrying vitamin C with me. I always say take a natural source of vitamin C because vitamin C is an unavoidable thing in this environment. We are exposed to a lot of radiations. We are exposed to a lot of electromagnetic frequencies, a lot of viruses and bacteria. So only solution which I tell the patients is that you take daily because the C every day, just like food. It's not daily. Every 4 hours to 5 hours you have to take vitamins. This is the truth, my dear. If you want to sustain and optimize your body in the maximum efficacy and you feel that yes, I am the optimal superhuman, you have to take at least 4 to 5 hours, around 500 to 1000 mg. നിങ്ങൾ കേട്ടല്ലോ, ഇത് പറയുന്നത് ഡോക്ടർ സുജിത്ത് എന്ന് പറയുന്ന ഒരാളാണ്. നമ്മളുടെ പാലാക്കാരൻ കപടശാസ്ത്രജ്ഞന്റെ അതേ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്. പുള്ളി സ്വയം ബയോ ഹാക്കർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇവരെ ഒന്നും ഇകഴ്ത്തി കാണിക്കാനോ ഒന്നുമല്ല ഇവരുടെ ഈ വീഡിയോ ക്ലിപ്പിംഗ് ഇവിടെ ഞാൻ കാണിച്ചത്. ഇദ്ദേഹം പണ്ട് ഒരു പ്രാവശ്യം വൈറ്റമിൻ ഇയും എയും പിന്നെ കോപ്രസറ്റേറ്റ്, അതായത് നമ്മുടെ ഈ ചെമ്പിലൊക്കെ വരുന്ന ക്ലാവില്ലേ, അതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ ഹെയർ പൂർണ്ണമായും പെർമനന്റായും നരമാറ്റി ബ്ലാക്ക് ആക്കാം എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ആ രീതിയിലുള്ള ശുദ്ധ അസംബന്ധങ്ങൾ, അത് നമുക്ക് ഡീബങ്ക് ചെയ്യാൻ പോലും നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള അസംബന്ധങ്ങൾ ധൈര്യമായി അടിച്ചു വിടുന്ന ഒരാളാണ് ടിയാൻ. അതുകൊണ്ട് സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഡീബങ്ക് ചെയ്യാൻ പോകാറില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതായത് അദ്ദേഹം പോക്കറ്റിൽ വൈറ്റമിൻ സി ക്യാപ്സ്യൂളുമായിട്ട് നടക്കുകയാണ്. എവരി 4 മുതൽ 5 മണിക്കൂറിനിടയ്ക്ക് 500 മുതൽ 1000 മില്ലിഗ്രാം വരെ നിങ്ങൾ കഴിക്കണം. കാരണം നമ്മൾ ഇവിടെ ഈ നമ്മുടെ എൻവയറമെന്റിൽ, അതായത് മൊബൈൽ ടവറിന്റെ പടമൊക്കെയാണ് കാണിക്കുന്നത്. അതായത് റേഡിയേഷൻസ് വരുന്നു, വൈറസ് വരുന്നു, ബാക്ടീരിയ വരുന്നു. അപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം ഡീബങ്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മൊബൈൽ ടവറോ അല്ലെങ്കിൽ റേഡിയേഷൻസോ ഒന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നമുള്ളതല്ല. പക്ഷെ ആൾക്കാരെ ഭയപ്പെടുത്തുകയാണ്. എന്നിട്ട് പിന്നെ അവസാനം ഒരു സ്ട്രെസ് കൊടുത്ത ഒരു കാര്യം കൂടെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇവിടെ ഇവർ കാണിക്കുന്ന നല്ല നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒപ്റ്റിമൈസ് ചെയ്യാൻ, പുള്ളിയുടെ ആ വാക്കുകൾ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് എല്ലാ 5 മണിക്കൂറിലും അല്ലെ പോക്കറ്റിൽ വൈറ്റമിൻ സി ഇട്ടുകൊണ്ട് നടക്കുക, എന്നിട്ട് കഴിക്കുക, എന്നിട്ട് പുള്ളിയുടെ വൈറ്റമിൻ സി വാങ്ങിച്ച് കഴിക്കുക. ഇതാണ് പുള്ളി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ടിയാൻ പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് നോർമലി വൈറ്റമിൻ സി നമുക്ക് ശരീരത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് പുള്ളി പറഞ്ഞ കാര്യം വാസ്തവമാണ്. അത് നമ്മൾ പുറത്തുനിന്ന് സപ്ലിമെന്റ് ചെയ്യണം. എന്നാൽ ഒരു ദിവസം ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ്ങിന് എത്ര വൈറ്റമിനാണ് ആവശ്യമുള്ളത്? 100 മില്ലിഗ്രാമിൽ താഴെ മാത്രമേ നമുക്ക് ഒരു ദിവസം ഒരു അഡൾട്ടിന് ആവശ്യമുള്ളൂ. ഇത് ഞാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഏജൻസിയോട് ചോദിച്ചറിയാം നിങ്ങൾക്ക് ഒരു ദിവസം എത്ര വൈറ്റമിൻ സി വേണം. അതായത് 100 മില്ലിഗ്രാമിൽ താഴെ മാത്രമാണ് ആവശ്യമുള്ളത്. എന്നിട്ട് ഇവിടെ സപ്ലിമെന്റ് ചെയ്യുന്ന എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് 500 മുതൽ 1000 മില്ലിഗ്രാം ഓരോ 4-5 മണിക്കൂറിൽ 4 മണിക്കൂർ ഇടവിട്ട് കഴിക്കുക. അതായത് പെർ ഡേ ഒരു 6000 മില്ലിഗ്രാം. നമുക്ക് വേണ്ടത് 100ആണ്. ഏതാണ്ട് 60 ഇരട്ടിയോളം നിങ്ങൾ കഴിച്ചോളൂ എന്നാണ് പറയുന്നത്. അതിന് പുള്ളിയുടെ സപ്ലിമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി അത് വാങ്ങി കഴിക്കുക. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം മലയാളിക്ക് ഈ വൈറ്റമിൻ സി കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ വൈറ്റമിൻ സി നമുക്കറിയാം പുറത്തുനിന്ന് കിട്ടണം. സാറിന് നമുക്കറിയാം പഴവർഗ്ഗങ്ങൾ, നല്ല പുളിയുള്ള പഴവർഗ്ഗങ്ങളിലാണ് വൈറ്റമിൻ സി കൂടുതലുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചോറും സാമ്പാറും രസവും അല്പം പച്ചക്കറികളും ഒരു അച്ചാറും കൂടി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അത്രയും മതി നമുക്കൊരു ദിവസത്തേക്കുള്ള മലയാളിക്ക് ആവശ്യമുള്ള വൈറ്റമിൻ സി കിട്ടാനായിട്ട്.
അതല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ള വൈറ്റമിൻ സി കഴിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഇതിനെതിരെ ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി ഒരു വാട്ടർ സൊല്യൂബിൾ സാധനമാണ്. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വൈറ്റമിൻ സി കൂടി, വാട്ടർ സൊല്യൂബിൾ ആണ്, അത് മൂത്രത്തിൽ കൂടെ പോകും. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ലെവൽ താന്നു പോകും. പക്ഷേ ഇത് അവർക്ക് ബേസിക് ബയോകെമിസ്ട്രി അറിയാത്ത കൊണ്ട് മാത്രമാണ് ഇങ്ങനെ അവരിങ്ങനെ പറയുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത്. ബേസിക് ബയോകെമിസ്ട്രി അറിയാമെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഈ ബേസിക് ബയോകെമിസ്ട്രി പഠിക്കാതെ ശാസ്ത്രം പറയാൻ പോകുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. ബോഡിക്ക് അതിൻ്റെതായ മെക്കാനിസം ഉണ്ട്. ഓരോ ഭക്ഷണത്തിന് ശേഷവും ഇടയ്ക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ പെട്രോൾ താന്നു പോകുന്ന പോലെ ഉടനെ നമ്മൾ അടുത്ത് പോയി റീഫിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശരീരം അത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരീരത്തിന് ഇവർ ഈ പറയുന്നത് പോലെ ഓക്കെ, ഞാൻ ഡോക്ടർ പറഞ്ഞത് ഈ സാധാരണ ഒരു മനുഷ്യന് ആവശ്യമുള്ള 75 മില്ലിഗ്രാം ആണ്. അവർ ഈ പടത്തിൽ കാണിക്കുന്ന പോലെ ഓജസും ചേജസും ഒക്കെ കൂടി ബയോഹാക്ക് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യാൻ, അതായത് ഏറ്റവും കൂടുതൽ സൂപ്പർ ഹ്യൂമൻ ആക്കാനായിട്ട് എക്സ്ട്രാ കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം ഈ വൈറ്റമിൻ സിക്കൊക്കെ അബ്സോർപ്ഷനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഐഡിയൽ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര കൊടുത്താലും ഇതിന്റെ അബ്സോർപ്ഷൻ ഈ കഴിയുന്നതിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ശരീരത്തിലേക്ക് കയറുള്ളൂ. ബാക്കി വെറുതെ വേസ്റ്റ് ആയി പോവുക മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ വൈറ്റമിൻ സി വാട്ടർ സൊല്യൂബിൾ ആണ്, അത് നാച്ചുറൽ ആണ്, കുഴപ്പമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് മറ്റൊരബദ്ധം. ഈ വൈറ്റമിൻ സിക്ക് അതിന്റെ അളവിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ധാരാളം ടോക്സിക് എഫക്റ്റ് ഉണ്ട്. ഏറ്റവും പ്രധാന പ്രശ്നം, നിങ്ങളുടെ കിഡ്നി സ്റ്റോൺ വന്ന് നിങ്ങൾ സൈലന്റായി നിങ്ങളുടെ കിഡ്നി അഴിച്ചു പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് കൂടാതെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മറ്റ് കോംപ്ലിക്കേഷൻസും ഈ വൈറ്റമിൻ സി എക്സ്ട്രാ അടിച്ചാൽ ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. In vitamin C, don't take synthetic ones. I always recommend, because synthetic ones has lot of emulsifiers. So you know how much additives they add for it. ഇതാണ് ഇവരുടെ മാർക്കറ്റിങ്ങിന്റെ പ്രധാന തന്ത്രം. അപ്പോൾ നിങ്ങൾ ദിവസവും 600-6000 മില്ലിഗ്രാം കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഉപദേശം നൽകുകയാണ്. അതായത് നാച്ചുറൽ ആയിട്ട് ഉള്ള വൈറ്റമിൻ സി, അതായത് ഇവരുണ്ടാക്കുന്ന നെല്ലിക്കയിൽ നിന്ന് പ്രത്യേക ഒരു സത്തെടുത്താണ് ഉണ്ടാക്കുന്നതാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിൽ നിന്നുള്ളത് മാത്രമേ കഴിക്കാവുള്ളൂ, സിന്തറ്റിക് കഴിക്കൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നെല്ലിക്കയിൽ നിന്നുള്ള വൈറ്റമിൻ സിയും നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള അസ്കോർബിക് ആസിഡ് എന്ന വൈറ്റമിൻ സിയും കൂടെ നമ്മൾ കഴിച്ചു. കുടലിനുള്ളിലേക്ക് ചെല്ലുന്നു. അകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യുന്ന അവിടെ ചെന്ന് കഴിയുമ്പോൾ അയാൾ ചോദിക്കും, ഉടനെ നമ്മൾ ഇവിടുന്ന് മുമ്പിൽ നിന്ന് വരുന്ന ആൾ പറയും, ഞാൻ ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച നാച്ചുറൽ സപ്ലിമെന്റ് ആണ്. അപ്പം മറ്റു പുറകെ വരുന്ന പറയും, അയ്യോ പാവം, ഞാൻ സിന്തറ്റിക് അസ്കോർബിക് ആസിഡാണ്. അവരോട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അല്ലെ അബ്സോർബ് ചെയ്യാനുള്ള റിസപ്റ്റർ വയ്ക്കും, നിങ്ങളുടെ മോളിക്കുലർ സ്ട്രക്ചർ കാണിക്കും, രണ്ടുപേരും എടുത്ത് കാണിക്കും, എന്താണ് അസ്കോർബിക് ആസിഡ്. അവരെ അകത്തേക്ക് കയറ്റും. വേറെ എന്തെങ്കിലും സ്ട്രക്ചർ കാണിച്ചാൽ അവരോട്ട് അകത്തേക്ക് കയറ്റത്തില്ല. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് രക്തത്തിൽ കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് ആരും ചോദിക്കത്തില്ല, നിങ്ങൾ നാച്ചുറൽ സോഴ്സിൽ നിന്ന് വന്നാണോ അതോ സിന്തറ്റിക് ആണോ, നിങ്ങൾ അസ്കോർബിക് ആസിഡ് ആണോ എങ്കിൽ നമ്മൾക്ക് നിങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ട്, ഇല്ല എങ്കിൽ നിങ്ങൾ പുറത്തു പോകും. അപ്പൊ ഇതുപോലെയാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും. ഇത് സിന്തറ്റിക് ആയാലും നാച്ചുറൽ ആയാലും അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ ഏതാണെന്ന് മാത്രമാണ് അതിൽ ഉൾപ്പെടുന്ന കെമിക്കൽ റിയാക്ഷനിലെ ശരീരത്തെ അതിന്റെ പ്രവർത്തനം. നമ്മൾ പലപ്പോഴും നമ്മളെ പറ്റിക്കാനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് നാച്ചുറൽ ആണ്, അതുകൊണ്ട് എന്തോ അതിന് എക്സ്ട്രാ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊരു പ്രത്യേക ഗുണമുണ്ട് എന്നൊക്കെ, അല്ലെങ്കിൽ അതിന് ഗുണം കൂടുതലുണ്ട്, അതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന വെറും തട്ടിപ്പ് മാത്രമാണ്. ഇനി അതിൽ ഏറ്റവും രസകരമായ ഭാഗം, അതായത് നമ്മുടെ ഈ സുജിത്ത് വിൽക്കുന്ന ആ സപ്ലിമെന്റിന്റെ കവറയാണെന്നും ആ കവറിൽ എഴുതിയിരിക്കുന്ന, ഞാൻ നിങ്ങൾക്ക് തന്നെ കാണാം, ഇപ്പൊ സ്ക്രീനിൽ കാണാം, ഞാൻ ആ പ്രോഡക്റ്റിന്റെ പേര് എഴുതുന്നില്ല, കാരണം നമ്മൾ ഒരു എത്തിക്സിന് ശരിയല്ലല്ലോ. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതാണ് അസ്കോർബിക് ആസിഡ്, അതിന്റെ കണ്ടന്റ് ഉണ്ട്, പിന്നെ സോഡിയം അസ്കോർബേറ്റ്. ഇത് രണ്ടും എന്താണ്? സോഡിയം അസ്കോർബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം സോൾട്ട് ഓഫ് അസ്കോർബിക് ആസിഡ്, അതായത് വൈറ്റമിൻ സിയുടെ സോഡിയം സോൾട്ട് ആണ്. അത് ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് അസ്കോർബിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ ഇതാണ് ഇതിന്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. നാച്ചുറൽ ആണെന്ന് പറയും, പക്ഷേ ഇവർ ഇതിൻ്റെ അകത്ത് ഈ അസ്കോർബിക് ആസിഡും ഈ സാധനം ഉണ്ടെന്നുള്ള കാര്യം ആഡ് ചെയ്യും. എന്നാലേ അതിന്റെ റിയൽ ഈ വൈറ്റമിൻ സി എത്തുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഒരു രസകരമായ സംഭവം കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. Vitamin C is actually massively producing collagen. So if you get good collagen, your blood vessels will be smooth. You don't get heart blocks unnecessarily. Your immune system will be good. So controlling the immune system, your gut enzymes will produce naturally. Your digestive enzymes will be stimulated. Lot of benefits are there. വീണ്ടും കേട്ടല്ലോ, അതായത് വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്തക്കുഴലൊക്കെ ഭയങ്കര ക്ലീൻ ആവും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം വരും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന PVC പൈപ്പ് പോലെ ചുമ്മാ ഇരിക്കുന്ന ഒരു സാധനമാണോ? അതിനകത്ത് ഈ വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ കൊളാജൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശരിയാണ്, കൊളാജൻ സിന്തസിസിന്റെ ഒരു ഫാക്ടർ മാത്രമാണ് ഈ വൈറ്റമിൻ സി എന്ന് വിചാരിച്ച് നമ്മൾ വൈറ്റമിൻ സി കൂടുതലും കഴിച്ചവർക്ക് കൊളാജൻ സിന്തസിസ് കൂടും. അത് ഒരു മൾട്ടി ഫാക്ടോറിയൽ സംഭവമാണ്. പല പല സംഭവങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അല്ലാതെ വൈറ്റമിൻ സി കൂടുതലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു ചെടി
വളർത്താനായിട്ട് ചാണകം ഇട്ട് കഴിഞ്ഞാൽ ചെടി വളരും എന്ന് പറഞ്ഞ് നമ്മൾ ദിവസവും കൊണ്ട് ചാണകം ഇട്ട് കഴിഞ്ഞാൽ ആ ചെടിക്ക് എന്ത് സംഭവിക്കും? അതുപോലെ മാത്രമേ ഇവിടെയും കൊളാജൻ സിന്തസിസ് തൊട്ടെ. അതും പോട്ടെ, കൊളാജൻ സിന്തസൈസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഹാർട്ട് വെസൽ അല്ലെ ബ്ലഡ് വെസൽ സ്മൂത്ത് ആകുമോ? അല്ലെങ്കിൽ ഈ സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതില്ല. നമ്മൾ ഈ സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് എന്താണ്? എൻഡോത്തീലിയൽ ഫംഗ്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കാൽസ്യം സ്കോർ ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടീരിയൽ സ്റ്റിഫ്നെസ് ആണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ മൾട്ടി ഫാക്ടറിയൽ ഒരു സാധനം സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കും PVC പൈപ്പ് പോലത്തെ ഒരു ബ്ലഡ് വെസൽ. അതല്ല സംഭവം. ഇനി അതുപോലെ തന്നെ പറയുന്നത് കേട്ടോ, ഇമ്മ്യൂണിറ്റി കൂട്ടും. ഇമ്മ്യൂണിറ്റി കൂട്ടി പിന്നെ എന്താ? ഇമ്മ്യൂണിറ്റി കൂട്ടിയ ഉടനെ ഗട്ടിലെ എൻസൈം വ്യത്യാസം, അബ്സോർപ്ഷൻ കൂടും. എന്തെല്ലാം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊക്കെയാണ് ഈ സപ്ലിമെന്റ് ഇൻഡസ്ട്രിക്കാർ നിങ്ങളെ പറ്റിക്കാനായി ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. ഇതുവരെ നിങ്ങൾ കേട്ടത് നമ്മൾ ഓറൽ വൈറ്റമിൻ സി കഴിക്കുന്നതാണ്. പക്ഷെ അത് നമുക്കൊരു പരിധിവരെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ നിൽക്കാം. ഇത് കൂടാതെ മറ്റൊരു കൂട്ടരുണ്ട്, IV വൈറ്റമിൻ സി തെറാപ്പി കൊടുക്കുന്ന ധാരാളം സെന്ററുകൾ കേരളത്തിൽ ഇന്ന് പൊട്ടിമുളച്ചിട്ടുണ്ട്. പ്രധാനമായും സദേൺ കേരളത്തിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലിസ്റ്റിൽ കാണാം. അപ്പൊ ഇവരുടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് ഈ IV വൈറ്റമിൻ സി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പേര് നമ്മളെ നല്ല കുട്ടപ്പന്മാരായ യുവതികളെ യുവാക്കന്മാരെ കാണിക്കും. അപ്പൊ അവരെ പോലെ ഓജസ്സും തേജസ്സും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഈ IV വൈറ്റമിൻ സി എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ മാറും, ക്യാൻസറിന് നല്ലതാണ് എന്ന് പറഞ്ഞ് വൈറ്റമിൻ സി കൊടുക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം? 1970-കളിലാണ് ഇത് തുടങ്ങുന്നത്. അതായത് ലിനസ് പോളിംഗ് എന്ന് പറഞ്ഞ 2 നോബൽ സമ്മാനം, ഒന്നല്ല കെമിസ്ട്രിക്കും സമാധാനത്തിനും നോബൽ സമ്മാനം നേടിയ ലിനസ് പോളിംഗ്, പിന്നെ ഇവാൻ കാമറൂൺ എന്ന് പറഞ്ഞ ഒരു സ്കോട്ടിഷ് സർജനും കൂടി ചേർത്ത് അവതരിപ്പിച്ച ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ സി ഹൈ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ മാറുന്നു എന്നുള്ളൊരു അവതരണം വെച്ചത്. അപ്പൊ ഇവരുടെ ഈ നോബൽ സമ്മാനത്തിന്റെ ഒക്കെ ക്രെഡിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ അത് സത്യമാണെന്ന് വിചാരിച്ചു. അതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് മേയോ ക്ലിനിക്ക് ഇതിനെക്കുറിച്ച് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള RCT, അതായത് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ നടത്തി ഇത് വെറും തട്ടിപ്പാണ് എന്ന് തെളിയിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നോബൽ സമ്മാനം കെമിസ്ട്രിയിലും സമാധാനത്തിലും നോബൽ സമ്മാനം, 2 നോബൽ സമ്മാനം കിട്ടിയ വേറെ ആരുമില്ല. അതുപോലെയുള്ള ഒരാളുടെ കാര്യം പോലും ആധുനിക വൈദ്യശാസ്ത്രം എങ്ങനെയാണ് എടുക്കുക? അതിന്റെ അകത്ത് എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കി, എവിഡൻസ് ഇല്ലെങ്കിൽ അതിനെ തള്ളുകയാണ്. അപ്പം അതാണ് മോഡേൺ മെഡിസിന്റെ തുറവിയും ഓപ്പൺസും അതിന്റെ ക്രെഡിറ്റും. അതായത് ആരെന്ത് പറഞ്ഞാലും, എത്ര വലിയവനാണെങ്കിലും, നിങ്ങൾ കാർഡിയോളജിസ്റ്റ് ആണ്, പത്മശ്രീ ഹെഗ്ഡെയാണ്, ശ്രീചിത്രയുടെ വൈസ് ചാൻസലറായിരുന്ന വല്യത്താനാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യത്തിന് എവിഡൻസ് ഉണ്ടെങ്കിൽ, അത് പഠനം വഴി പ്രൂവ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ മോഡേൺ മെഡിസിൻ അംഗീകരിക്കൂ. അതാണ് മോഡേൺ മെഡിസിൻ. എന്നാൽ കേരളത്തിലെ കപടശാസ്ത്രജ്ഞന്മാരെടുക്കുന്നത് എന്താണ്? പത്മശ്രീക്കാരൻ പറഞ്ഞു, മറ്റേയാള് പറഞ്ഞു, മറിച്ചയാള് പറഞ്ഞു, പുരാതനമാണ്, പണ്ട് തൊട്ടേ ഉണ്ട്, മന്ത്രി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഇതിന് അവരുടെ ചികിത്സ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, മോഡേൺ മെഡിസിൻ എന്നും എവിഡൻസ് മാത്രമേ നോക്കുകയുള്ളൂ. ആരെന്ത് പറഞ്ഞു എന്ന് പറയുന്നത് അവർക്ക് ഒരു വിഷയമല്ല. ഇത്രയും പറയുമ്പോൾ വീണ്ടും ഒരു ഗ്രൂപ്പ് വരും. അതായത് ഡോക്ടർ പറഞ്ഞത് ഓറൽ വൈറ്റമിനെ കുറിച്ചാണ്, വൈറ്റമിൻ സിയെ കുറിച്ചാണ്. ഞങ്ങൾ കൊടുക്കുന്ന IV വൈറ്റമിൻ സി ആണ്, ഹൈ ഡോസ് ആണ്. അതിനെക്കുറിച്ച് വിവിധ പഠനങ്ങൾ ഉണ്ട്. ഇന്നത്തെ കാലത്ത് നിങ്ങളെ പറ്റിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഇത്തരക്കാർ ഉപയോഗിക്കുന്നത് പഠനങ്ങളുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ പഠനങ്ങൾ എന്ന് പറയുന്നതിൽ കാര്യമില്ല. പഠനങ്ങൾക്ക് നമുക്ക് മനുഷ്യരിൽ ഉപയോഗിക്കുന്ന പഠനങ്ങളുണ്ട്, ലാബിൽ നടത്തിയ പഠനങ്ങളുണ്ട്, അങ്ങനെ വിവിധ പഠനങ്ങളുണ്ട്. ഈ വൈറ്റമിൻ സി, IV വൈറ്റമിൻ സിയെ കുറിച്ചുള്ള പഠനങ്ങളിൽ പ്രധാനമായിട്ട് ഇവർ അവതരിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ക്യാൻസറിന് ഗുണമുണ്ടായി എന്നുള്ളതാണ്. IV വൈറ്റമിൻ സി അതൊരു phase 1 ട്രയലാണ്. phase 1 ട്രയൽ എന്ന് പറയുന്നത് എന്തിനാണ്? phase 1 ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നിന്റെ സേഫ്റ്റി പ്രൊഫൈൽ നോക്കാനുള്ള പഠനമാണ്. അതായത് നമുക്കത് എത്ര ഡോസ് കൊടുക്കാം, എത്ര ഡോസ് വരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, മറ്റ് ഇതിന്റെ ടോളറബിൾ ലിമിറ്റ് എത്രയാണ്, അത് മാത്രം അളക്കാനുള്ള ഒരു phase ആണ് phase 1. അല്ലാതെ ഒരു മരുന്നിന്റെ എഫക്റ്റീവ്നെസ് നോക്കാനുള്ള ഒരു കാര്യമല്ല. അപ്പോൾ phase 1 സ്റ്റഡിയിൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു രീതിയിലും ഒരു രോഗത്തിന്റെ എഫക്റ്റിനെ കുറിച്ചുള്ള ഒരു പഠനമല്ല. അതുപോലെ തന്നെ ഈ phase 1 ട്രയലിലാണെങ്കിൽ പോലും ഇത് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് കീമോതെറാപ്പിക്കൊപ്പമാണ്. അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് വൈറ്റമിൻ സി മാത്രം കൊടുത്തുള്ള ഒരു പഠനവും ഉണ്ടായിട്ടില്ല. അതായത് മറ്റു മരുന്നുകളിലൂടെ കൊടുത്താൽ ഇത് സേഫ് ആണോ എന്ന് മാത്രമാണ് phase 1 നോക്കിയത്. പിന്നെ മറ്റൊരു പഠനം പറഞ്ഞിരിക്കുന്നത് phase 2 ട്രയലാണ്. phase 2 ട്രയലിലാണ് ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ കോളോറക്ടൽ ക്യാൻസറിൽ phase 3 ട്രയലിലെത്തി. അവിടെ യാതൊരുവിധ ഗുണവുമില്ല. phase 3 ട്രയലാണ് റിയൽ എഫക്റ്റ് ഉണ്ടോ എന്ന്, അതായത് മനുഷ്യരിലുള്ള പഠനങ്ങൾ നോക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ IV വൈറ്റമിൻ സിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ലാബിലെ പഠനങ്ങളിൽ ഒരു പുലിയാണ്, പല രീതിയിലുള്ള അത്ഭുത ക്രമങ്ങളും കാണിക്കാം. പക്ഷേ phase 1 എത്തുമ്പോൾ ചില ഡോസ് നമുക്ക് ടോളറബിൾ ആണെന്ന് മനസ്സിലായി. phase 2 എഗെയിൻ വീണ്ടും പഠനങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലായി. phase 3 എത്തിയപ്പോൾ ഇത് ഗുണമില്ലെന്നും മനസ്സിലായി. ഇതാണ് IV വൈറ്റമിൻ സി തെറാപ്പിയുടെ ക്യാൻസറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള എന്ന് പറയുന്ന പഠനങ്ങളുടെ യഥാർത്ഥ രൂപം. അതുകൊണ്ട്
നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പഠനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കുക. ഇത് ലാബിലെ പഠനമാണോ, അതോ ഇത് phase 1 ആണോ, phase 2 ആണോ, phase 3 ആണോ, അല്ലെങ്കിൽ ഇത് അതിനുശേഷം ഇത് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് ഇത് പറയാനുള്ള ശാസ്ത്രീയ അവബോധം നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. ഇത്രയും പറയുമ്പോൾ ഡോക്ടറെ സാരമില്ല, ഇത് നാച്ചുറൽ അല്ലേ, വൈറ്റമിൻ അല്ലേ, അല്പം കൂടുതലായാലും എന്താ കുഴപ്പം? ഒരു കാര്യം ഓർക്കുക, ഇത് അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അത് ഒരു പരിധിയിൽ കൂടുതൽ ശരീരത്തിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗുണഫലങ്ങളുണ്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനുള്ളതുണ്ട്, ഗുണമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകാനും ഡയാലിസിസ് സെന്ററിൽ നിങ്ങൾ എത്തിക്കാനും കാരണമായി തീരും എന്ന് നിങ്ങൾ ഓർക്കുക. വൈറ്റമിൻ സി എന്നത് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണത്തിൽ കൂടെ ശരീരത്തിന് ലഭിക്കേണ്ട ഒരു സാധനം മാത്രമാണ്. സാധാരണ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കഞ്ഞി കുടിച്ച് കഞ്ഞിയും അച്ചാറും കൂട്ടി ജീവിക്കുന്നതിന് പോലും അതിൻ്റെ സപ്ലിമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവർ കാണിക്കുന്ന പടത്തിൽ കാണിക്കുന്ന ബയോ ഹാക്ക് ചെയ്ത കുട്ടികളാണ്, അല്ലെങ്കിൽ സുന്ദരനാണ്, സുന്ദരിയാണ്, നിങ്ങളുടെ സൂപ്പർ നാച്ചുറൽ പവർ പുറത്തെടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് വൈറ്റമിൻ സി വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഡയാലിസിസ് സെന്ററിനുള്ള ഒരു മുതൽക്കൂട്ടായി മാറുകയാണ് പതിയെ പതിയെ. താങ്ക് യു.